ഹിന്ദുത്വ ഭീകരത എന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന കേസായിരുന്നു 2008 മാലേഗാവ് സ്ഫോടന കേസ്. അതിലാണ് ഇന്നിപ്പോൾ മുംബൈയിലെ പ്രത്യേക NIA കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. BJP മുൻ MPയും സൈനിക ഉദ്യോഗസ്ഥരുമടക്കം കുറ്റാരോപിതരായിരുന്ന കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണ ഘട്ടം മുതൽ ഇന്നിപ്പോൾ നടന്ന വിധി പ്രസ്താവത്തിൽ വരെ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിന്റെ നാൾവഴികളിലേക്കും ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളിലേക്കുമാണ് ഇന്നത്തെ ഇൻഡെപ്ത് കടന്നു ചെല്ലുന്നത്. സ്വാഗതം. സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്ത് മലേഗാവിൽ മസ്ജിദിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നെങ്കിലും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ BJP നേതാവും മുൻ MPയുമായിരുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ എന്നിവരെ ATS അറസ്റ്റ് ചെയ്തു. ആദ്യം സൂചിപ്പിച്ച പോലെ ഹിന്ദുത്വ ഭീകരവാദത്തെ തുറന്നുകാട്ടിയ കേസായിരുന്നു ഇത്. ഹിന്ദുത്വ സംഘടനകളുടെ പങ്ക് പുറത്തു കൊണ്ടുവന്നത് അന്നത്തെ മഹാരാഷ്ട്ര തീവ്രവിരുദ്ധ സ്ക്വാഡിന്റെ മേധാവിയായിരുന്ന ഹേമന്ത് കർക്കറെയായിരുന്നു. അദ്ദേഹം പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെടുകയും ചെയ്തു. മാലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഇന്നും തുടരുന്ന പ്രധാന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടതും കർക്കറയുടെ മരണം തന്നെയായിരുന്നു. ഹിന്ദുത്വ ഭീകരതയെ പുറത്തു കൊണ്ടുവന്ന കർക്കറയെ ഗൂഢാലോചനയിലൂടെ ഇല്ലാതാക്കിയെന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. മഹാരാഷ്ട്ര പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന SM മുഷ്രിഫ് ഇത് സംബന്ധിച്ച് ഹൂ കിൽഡ് കർക്കറെ ദ റിയൽ ഫേസ് ഓഫ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പേരിൽ അന്വേഷണാത്മക പുസ്തകവും പുറത്തിറക്കിയിരുന്നു. കർക്കറെ കൊല്ലപ്പെട്ടത് RSS ബന്ധമുള്ള ഒരു പോലീസുകാരന്റെ തോക്കിൽ നിന്ന് വെടിയേറ്റിട്ടാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ വിജയ് വഡേത്തിവാർ ആരോപിച്ചതും സമീപകാലത്തായിരുന്നു. കർക്കറയുടെ മരണത്തിൽ അങ്ങനെ നിരവധി വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സ്ഫോടന കേസുകളിൽ ഇരകളായവർക്ക് വിചാരണഘട്ടത്തിൽ അത്ര കണ്ട് ഇടപെടേണ്ടി വരാറില്ല. എങ്കിൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ കേസ് അട്ടിമറിക്കാൻ പലതവണ ശ്രമങ്ങൾ ഉണ്ടായപ്പോഴും അതിന് തടയിട്ടത് ഈ കേസിലെ ഇരകളായിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സയ്യിദ് അസർ എന്ന 19-കാരന്റെ പിതാവ് നിസാർ അഹമ്മദ് ആയിരുന്നു അതിന്റെ നേതൃനിരയിൽ. 2011 മഹാരാഷ്ട്ര ATSന്റെ പക്കൽ നിന്ന് NIA കേസ് ഏറ്റെടുത്ത ശേഷം പ്രതിപട്ടികയിലുണ്ടായിരുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള പല ശ്രമങ്ങളും NIA നടത്തിയിരുന്നു. സ്ഫോടക വസ്തു ഘടിപ്പിച്ചിരുന്ന LML ബൈക്ക് പ്രഗ്യാ സിംഗിന്റെ പേരിലുള്ളതാണെന്ന് ATS കണ്ടെത്തിയിരുന്നുവെങ്കിലും മതിയായ തെളിവില്ല എന്ന് പറഞ്ഞായിരുന്നു NIAയുടെ നീക്കം. എന്നാൽ നിസാർ അഹമ്മദിന്റെ ഇടപെടലാണ് അതിന് അനുവദിക്കാതിരുന്നത്. എന്നാൽ പ്രഗ്യാ സിംഗിന് ജാമ്യം ലഭിക്കാൻ NIAയുടെ നീക്കം കാരണമാവുകയും ചെയ്തിരുന്നു. പ്രഗ്യയുടെ ജാമ്യത്തിനെതിരെ നിലപാടെടുക്കാൻ പോലും NIA അന്ന് തയ്യാറായിരുന്നില്ല. ഈ കേസിൽ പിന്നീടും മാറ്റങ്ങളുണ്ടായി. അതിലൊന്നായിരുന്നു മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് അഥവാ മക്കോക്ക എടുത്തുകളഞ്ഞ സംഭവം. ഇതോടെ ഈ കേസ് ദുർബലമാക്കപ്പെട്ടിരുന്നുവെന്നും അന്ന് ആരോപണമുയർന്നിരുന്നു. 5 തവണ ജഡ്ജിമാർ സ്ഥലം മാറ്റപ്പെട്ടതും 2014 മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 40 സാക്ഷികൾ കൂറുമാറിയതുമെല്ലാം ഈ കേസിന്റെ വിചാരണ അട്ടിമറിക്കപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. NIA ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിൽ പോലും നാടകീയത പ്രകടമായിരുന്നു. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അവിനാശ് റസലിനെ പോലും അറിയിക്കാതെയായിരുന്നു NIAയുടെ ചാർജ് ഷീറ്റ് ഫയലിംഗ്. വലതുപക്ഷ നേതാക്കളോട് മൃദു സമീപനം സ്വീകരിക്കാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ രോഹിണി സാൽനിയോട് NIA ആവശ്യപ്പെട്ടതായും ആരോപണമുയർന്നിരുന്നു. അങ്ങനെ നിരവധിയായ ആരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു മാലേഗാവ് സ്ഫോടന കേസ്. ഏറ്റവും ഒടുവിൽ കുറ്റാരോപിതരായ എല്ലാവരെയും കുറ്റവിമുക്തരാക്കുമ്പോൾ ആ വിധി പ്രസ്താവത്തിലുമുണ്ട് വിവാദമായ പരാമർശം. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ ഉടമസ്ഥയിലാണ് ബൈക്ക് എന്ന കണ്ടെത്തലിന് കോടതി പറഞ്ഞ കാര്യം സ്ഫോടനം ഉണ്ടാകുന്നതിന് 2 വർഷം മുൻപ് സന്യാസം സ്വീകരിച്ചിരുന്നു എന്നാണ്. അതിനാൽ ഭൗതിക സ്വത്തായ ബൈക്കിന്റെ ഉടമസ്ഥത തെളിയിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു കോടതി പറഞ്ഞത്. ആ പരാമർശത്തിന്റെ വിചിത്ര സ്വഭാവവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്.